പിന്നെയും ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എബ്രാലേഖനം 11-ാമത്തെ അധ്യായത്തിലെ വിശ്വാസവീരന്മാരെ സംബന്ധിച്ചുള്ള പഠനത്തിൻ്റെ തുടർച്ചയായിട്ട് ചിന്തിക്കുവാൻ അതിൻ്റെ 7-ാമത്തെ വാക്യമാണ് നാം ഇന്ന് വായിക്കുന്നത്. ഹെബ്രൂസ് ചാപ്റ്റർ 11:7. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, വിശ്വാസത്തോടുള്ള നീതിക്ക് അവകാശിയായി. നമ്മൾ കഴിഞ്ഞ 2 വ്യക്തികളെക്കുറിച്ച് ഓർത്തത് ഹാബേലിൻ്റെ യാഗം അവനെ വീരനാക്കി, ഹാനോക്കിൻ്റെ നടപ്പ് അവനെ വീരനാക്കി. ഇവിടെ നോഹയുടെ പ്രവൃത്തിയാണ് തന്നെ വിശ്വാസവീരനാക്കുന്നത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ആരാധനയ്ക്ക് ശേഷം കർത്താവിന്റെ ദാസൻ പെട്ടകത്തെക്കുറിച്ച് പ്രസംഗിച്ച പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടു. വളരെ നല്ല ഒരു ആലോചന പെട്ടകത്തെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ചു. ഇതതിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ പെട്ടകം പണിത ആളാണ് നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം വിശ്വാസ വീരനാണ്. അപ്പോൾ അത് ആളായിരിക്കണമല്ലോ, വസ്തുവായിരിക്കാൻ പാടില്ലല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ശ്രദ്ധ നാം സാധാരണ ഓർക്കുന്ന പോലെ തന്നെ ഒന്ന് ഓർക്കാം. ഉൽപ്പത്തി പുസ്തകമാണല്ലോ ഈ വിശ്വാസവീരന്മാരുടെ ഒക്കെ മിക്കവാറും പേരുടെയൊക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പുസ്തകം. അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 25, അതിന് 28, 29 വാക്യങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കാം. 5-ന്റെ 28, 29. അപ്പോൾ അവൻ്റെ പിതാവ് നോഹയ്ക്ക് അങ്ങനെ പേരിടാൻ കാരണം സാഹചര്യം അനുകൂലമല്ല, ആ അവസ്ഥയിൽ നമുക്കിവനൊരു ആശ്വാസമായിരിക്കും എന്ന് പറഞ്ഞ് ആശ്വാസപ്രദൻ, ആശ്വാസകൻ എന്നർത്ഥമുള്ള നോഹ എന്ന് പേരിട്ടു എന്നാണ് നാം വായിക്കുന്നത്. അന്നത്തെ കാലത്ത് മാതാപിതാക്കൾ പേരിടുന്നതിന് പിൻപിലെ ഉദ്ദേശം നാം മുൻപുള്ള 2 അധ്യായങ്ങളും പഠിച്ചതാണ്. അത് അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കുവാൻ അവരെ കൊണ്ടും അവരുടെ മക്കളെ കൊണ്ടും സാധിച്ചിട്ടുമുണ്ട്. അങ്ങനെ ആശ്വാസം നൽകും എന്ന അർത്ഥത്തോടുകൂടി പേരിട്ട ഈ നോഹ വളർന്നു വന്നു. ആ സാഹചര്യത്തിലാണ് ഈ പെട്ടകം പണിയേണ്ടതിന്റെ ആവശ്യകത ദൈവം തന്നെ അറിയിക്കുന്നത്. അതിന്റെ ആവശ്യകത നമുക്ക് നോക്കാം. 6-ാമത്തെ അധ്യായം, ഉൽപ്പത്തി 6-ാം അധ്യായം 5ഉം 6ഉം വാക്യം വായിച്ചാൽ നോഹ ജീവിച്ചിരുന്ന കാലത്ത് പെട്ടകം ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. 5ഉം 6ഉം വാക്യം. ഇവിടെ ലോകത്തിലെ ജനങ്ങളുടെ ദുഷ്ടത വലിയതാണ്. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തവണ്ണമുള്ള കാര്യങ്ങളുണ്ട്. ആ ദുഷ്ടപ്രവൃത്തികൾ കണ്ടും കേട്ടും ദൈവത്തിന്റെ ഹൃദയത്തിന് വലിയ ഭാരമായി. അനുദപിച്ചു എന്ന് പറഞ്ഞാൽ താൻ ചെയ്തത് തെറ്റായിപ്പോയെന്നുള്ളതല്ല. ഈ മനുഷ്യന് ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ ചെയ്യുന്നില്ലല്ലോ, അവർ വഷളായി പോകുന്നല്ലോ. ആ ദുഃഖം കൊണ്ട് ഉണ്ടായ മനോഭാവത്തിലാണ് ഈ അനുദപിച്ചെന്ന് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനെ അങ്ങ് നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. എങ്കിലും ഈ പെട്ടകം പണിയുമ്പോൾ ഒരു അവസരം കൂടെ കൊടുക്കുന്നുണ്ട്. പെട്ടകത്തിൽ കയറാൻ അവസരം അവർക്കുണ്ടായിരുന്നു. ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് നോഹയെ തന്നെ ദൈവം കണ്ടുപിടിച്ചത്? 8-ാമത്തെ വാക്യം നോക്കിയേ, വേഴ്സ് 8, 8-ാമത്തെ വാക്യം. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രതികൂലങ്ങൾ ധാരാളമുണ്ട്. ജനങ്ങൾ ദുർനടപ്പുകാരാ, മോശമായി ജീവിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല. ആ സമയത്ത് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കൃപ ലഭിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൃപയാലല്ലോ, വിശ്വാസം മൂലം. അപ്പം നോഹയുടെ പ്രവൃത്തി വിശ്വാസത്തല്ല, അതിനാദ്യം തനിക്ക് ലഭിച്ചത് കൃപയാണ്. കൃപ ലഭിച്ചു, അത് വിശ്വാസമായിട്ട് പരിണമിച്ചു, അത് പ്രാവർത്തികമാക്കിയപ്പോൾ പെട്ടകം പണിതു. നമുക്ക് കൃപ ലഭിച്ചു, അത് വിശ്വാസമായിട്ട് പരിണമിച്ചപ്പോൾ നാം ഭാഗ്യവാന്മാരായി, ദൈവത്തിന്റെ മക്കളായി. ഞാൻ അങ്ങനെ ഭാഗ്യവാൻ എന്ന് പറയാൻ കാരണമുണ്ട്. യേശുവിന്റെ അമ്മ മറിയെക്കുറിച്ച് പലരും തെറ്റായി ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഒരിക്കലും മറിയെക്കുറിച്ച് തെറ്റായിട്ട് കാര്യം പറഞ്ഞിട്ടില്ല. നമ്മൾ വളരെ യേശുവിന്റെ അമ്മ എന്ന നിലയിൽ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ്, അത് സംശയമൊന്നുമില്ല. കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കുന്നുണ്ട്.
ഭാഗ്യവതി തന്നെയാ മറിയ. അതെങ്ങനെയാണെന്ന് അറിയാമോ? നമുക്ക് വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. യേശുവിന്റെ അമ്മ എങ്ങനെയാ ഭാഗ്യവതിയായത്, നമ്മളെങ്ങനെയാ ഭാഗ്യവതിയെന്ന് നോക്കാം. ലൂക്കോസ് 1:28. മതി. അപ്പൊ അദ്ദേഹത്തിന് ആദ്യം ലഭിച്ചത് എന്തുവാ? കൃപ. നോഹയ്ക്ക് ലഭിച്ചത് എന്തുവാ? നമുക്ക് ലഭിച്ചത് എന്തുവാ? കൃപ. പിന്നെ പൗലോസ് പറഞ്ഞു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചിരിക്കുന്ന പോലെ ഉദിച്ചിരിക്കുവാണ് ദൈവകൃപ. ആർക്കും ഒഴിയാൻ പറ്റത്തില്ല. എല്ലാവർക്കും അത് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയും. ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും ദൈവകൃപ ഉദിച്ചു. അതുപോലെ യേശുവിന്റെ അമ്മ മറിയയ്ക്കും ദൈവകൃപ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കുറെ കാര്യങ്ങൾ. നീ ഗർഭവതിയാകും, അവൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ആത്മാവുണ്ടാകും എന്നൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞു. അതിനാ പറയുന്നത്, ദൈവം കൊടുത്തുവിട്ട വചനം ദൂതൻ അവളെ അറിയിച്ചു. അപ്പൊ ആദ്യം കൃപ ലഭിച്ചു, രണ്ടാമത് കിട്ടി? വചനം കിട്ടി. ആദ്യം കൃപ ലഭിച്ചു, രണ്ടാമത് വചനം കിട്ടി. അതെല്ലാം പ്രാപിച്ചിട്ട് ഈ മറിയ ഒരു യാത്ര ചെയ്തു. തന്റെ ഒരു ചാർച്ചക്കാരി ഉണ്ടല്ലോ എലിസബത്തിന്റെ വീട്ടിൽ. അവിടേക്ക് രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എലിസബത്ത് പറഞ്ഞൊരു വാക്യമുണ്ട്. അതൊന്ന് വായിച്ച്. 45-ാം വാക്യം, വേഴ്സ് 45, 45-ാമത്തെ വാക്യം. അത് തന്നെ. എന്ന് വിശ്വസിച്ച കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി അല്ലയോ? അതെങ്ങനെ ഭാഗ്യവതിയായത്? ഒന്നാമത് കൃപ ലഭിച്ചു, രണ്ടാമത് വചനം ലഭിച്ചു, മൂന്നാമത് അവിടെ ഭാഗത്തുനിന്ന് വിശ്വാസം ഉണ്ടായി. മനസ്സിലായോ? നമ്മൾ രക്ഷിക്കപ്പെട്ടവർ തന്നെ രക്ഷിക്കപ്പെട്ടവർ ആരാണ്? മറിയ. ഒരു സംശയമില്ല, അവൾ ഭാഗ്യവതി തന്നെയാണ്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് ദാവീദ് പറഞ്ഞത്, ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ. നമ്മളൊക്കെ അങ്ങനെ ഭാഗ്യവാന്മാരായവരാ. അപ്പൊ എല്ലാവരുടെയും ഭാഗ്യാവസ്ഥയ്ക്ക് സ്റ്റാൻഡേർഡ് ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ മെഷർമെന്റ് ഒന്ന് തന്നെയാണ്, പ്രമാണം ഒന്ന് തന്നെയാണ്. യേശുവിന്റെ അമ്മ മറിയാണെങ്കിലും നമ്മളാണെങ്കിലും ദാവീദാണെങ്കിലും ഭാഗ്യവാന്മാരാകണോ? കൃപ ലഭിക്കണം, വചനം കേൾക്കണം, വിശ്വസിക്കണം. ഈ നോഹയ്ക്കും അങ്ങനെ തന്നെയാണ്. നോഹയുടെ കാലത്ത് കഠിനമായ സാഹചര്യമാണ് ലോകത്തിൽ. പക്ഷെ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചതുകൊണ്ട് നോഹ ആ കൃപയോട് അനുകൂലമായിട്ട് പ്രതികരിച്ചു. എന്നാൽ ഈ നോഹയ്ക്ക് കൃപ ലഭിച്ചുള്ള വാക്ക് എനിക്ക് വലിയ ഒരു സന്തോഷം തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ്. എന്താണെന്നറിയാമോ? 6-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം, നോഹയ്ക്ക് ദൈവത്തിന് കൃപ വെച്ച് പറഞ്ഞേക്കുന്നത്, ബട്ട് നോവ ഫൗണ്ട് ഗ്രേസ് ഇൻ ദി ഐസ് ഓഫ് ദ ലോർഡ്. ബട്ട് നോവ ഫൗണ്ട് ഗ്രേസ് ഇൻ ദി ഐസ് ഓഫ് ദ ലോർഡ്. എന്തോ അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് കൃപ കണ്ടെടുത്തുന്ന ശരിയായിട്ടുള്ള മലയാളം. ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് കൃപ കണ്ടെടുത്തു. അങ്ങോട്ട് നോക്കിയാൽ പാപം, ഇങ്ങോട്ട് നോക്കിയാൽ പാപം, അങ്ങോട്ട് നോക്കിയാൽ പാപം, പ്രശ്നം. നോഹ അങ്ങോട്ട് നോക്കിയിരിക്കുമായിരുന്നു. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇവിടെയുള്ള വിഷയങ്ങൾ കണ്ടും കേട്ടും സംസാരിച്ചിരിക്കുക. നമുക്ക് നോക്കാനൊരു സ്ഥലമുണ്ട്, എപ്പോഴും നോക്കാനൊരു സ്ഥലമുണ്ട്, അത് നമ്മൾ മറന്നു പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് കൃപ വേണ്ടവണ്ണം ആസ്വദിപ്പാൻ കഴിയുന്നില്ല. കൃപ ലഭിച്ചിട്ടുണ്ട്, ആസ്വദിപ്പാൻ കഴിയുന്നില്ല. അവരങ്ങനെ ചെയ്യട്ടെ, നമ്മൾ അതിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവരങ്ങനെ ചെയ്യട്ടെ. നമ്മൾ രണ്ടുപേരും കൂടുന്നുണ്ടെ മൂന്നാമത്തെ ആളുടെ കാര്യം പറയാൻ വരട്ടെ, അതോടെ നിർത്ത്. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിരുന്നാൽ കൃപ ആസ്വദിപ്പാൻ കഴിയത്തില്ല. നോ ഫൗണ്ട് ഗ്രേസ് ഇൻ ദി ഐസ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ എത്ര സുന്ദരമായ ഒരു വാക്കാത്. നോക്കാൻ സ്ഥലമുണ്ട്. അതുകൊണ്ടല്ലയോ സംഘത്തലക്കാരൻ പറഞ്ഞത്, ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ യഹോവയെങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോ വരിക? ഞങ്ങൾക്ക് കൃപ ലഭിക്കുവോളം നോക്കിക്കൊണ്ടിരിക്കും. നമുക്ക് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. പറ്റിയ സ്ഥലമാണത്. അവിടെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഒരു കുറവും വരത്തില്ല എന്നാ പറഞ്ഞതിന്റെ ആശയം. നമുക്ക് തൽക്കാലം അത് അവസാനിപ്പിക്കാം. അങ്ങനെ മടങ്ങി വരാം. 11-ാം അധ്യായം, ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, വിശ്വാസത്താൽ നോഹ എന്ന. വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചിന്തിച്ചു, ആദ്യം കൃപ ലഭിച്ചു, പിന്നെ തന്നോട് ദൈവം തനിക്ക് വചനം കൊടുത്തു. എങ്ങനെ വചനം കൊടുത്തു? നീ ഇന്ന പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഞാൻ ലോകത്തെ ന്യായം വിധിക്കാൻ പോകുക. അപ്പോൾ കൃപ ലഭിച്ചു, വചനം ലഭിച്ചു, അത് അതുപോലെ തന്നെ വിശ്വസിച്ചു. അതാണ് വിശ്വാസം എന്ന് പറയുന്നതിന്റെ ആശയം. ഇനി അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായി അല്ലേ? അതുവരെ കാണാത്തവ എന്തുവാ? നമുക്കറിയാമല്ലോ. എന്തുവാ? മഴയാ. മഴ പെയ്യും, ജലപ്രളയം ഉണ്ടാകും, ഞാൻ ഭൂമിയെ നശിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മറ്റു പല കാര്യങ്ങളും വിശ്വസിക്കുക, ഈ കാണാത്ത കാര്യം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ഈ എബ്രാഹിം ലേഖനം ഈ അധ്യായം ആരംഭിക്കുന്നതിന് എങ്ങനെയെന്നറിയാമോ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും
കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. അത് വിശ്വസിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. കാണാതെ വിശ്വസിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഈ പരസ്യത്തിനൊക്കെ പ്രസംഗിക്കുന്ന സഹോദരന്മാരെ വിളിക്കും. ഞാൻ പരസ്യത്തിന് കുറച്ച് ആളുകൾ നിർത്തി വെച്ചിരിക്കുന്നേ ഉള്ളൂ. സഹോദരന്മാർ അവിടെ പോയി എന്താ പ്രസംഗിക്കുന്ന റോഡിലൊക്കെ നിന്ന് സ്വർഗമുണ്ട്, നരകമുണ്ട്, കർത്താവുണ്ട്, ന്യായം വിധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ പ്രസംഗിക്കുന്നത് അതാ വിശ്വാസം. ആൾക്കാരും ചോദിക്കുക, നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല, അതാ വിശ്വാസം. ഇത് വെളിപ്പെടുത്തുന്ന പ്രസംഗം, ഇത് വെളിപ്പെടുത്തുന്ന ശുശ്രൂഷ. അദ്ദേഹം കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അദ്ദേഹം അതുപോലെ അങ്ങ് വിശ്വസിച്ചു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കാഴ്ചയാലല്ല ഞങ്ങൾ നടക്കുന്നത്, വിശ്വാസത്താലാണ്. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത് കൃപയാൽ, ഭാഗ്യവശാൽ രക്ഷിക്കപ്പെട്ടു. ഞങ്ങൾ തുടർന്ന് ജീവിക്കുന്നതും അതേ വിശ്വാസത്താൽ തന്നെയാണ്. അതിന് വ്യത്യാസം വരാനായിട്ട് പാടില്ല. കാണാതെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളതിന് ഒരു ഉദാഹരണം ഞാൻ വേറെ ഒരു കാര്യം പറയാം. കർത്താവ് പലരെ സൗഖ്യമാക്കിയ കൂട്ടത്തിൽ അന്ധന്മാരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. യോഹന്നാൻ 9-ാം അധ്യായത്തിൽ പിറവിലെ കുരുടനായ മനുഷ്യൻ ചേർന്നുണ്ടാക്കി അവൻ്റെ കണ്ണി പൂശി കഴിയുവാൻ പറഞ്ഞു. കഴിയിട്ട് മടങ്ങി വന്നു. അവൻ കണ്ണു കാണുന്നവനെ തിരിച്ചു വന്നു. അപ്പോൾ ആൾക്കാരെ കൂടെ അവനെ ചുറ്റും കൂടി, ആരാ നിന്നെ സൗഖ്യമാക്കിയത്? അവൻ പറഞ്ഞു, യേശുവാ. അവൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവൻ കേട്ടിട്ടേ ഉള്ളൂ, ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ യേശു എന്ന് പറഞ്ഞപ്പം അവരുടെ നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. പിന്നെ വായിക്കുന്നത്, അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്ന് അറിഞ്ഞപ്പോൾ യേശു അവൻ്റെ അടുത്ത് വന്ന് അവനെ കണ്ട് അവനോട് സംസാരിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. ഉടനെ അവൻ പറയാ, കർത്താവേ, അവൻ ആരാകുന്നു, ഞാൻ അവനിൽ. എൻ്റെ അർത്ഥം എന്തുവാ? ഇതുവരെ കണ്ടില്ല. അവൻ വിശ്വസിച്ചത് പ്രായോഗികമാക്കി സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പള്ളിയിൽ നിന്ന് പുറത്താകുകയും ചെയ്തു. എന്നിട്ടും യേശുവിന് ഇതുവരെ കണ്ടില്ല. അതാ വിശ്വാസം. കണ്ടില്ലെങ്കിലും കണ്ടതുപോലെ അങ്ങ് പറഞ്ഞു. അവൻ സമ്മതിച്ചു, അവൻ ഏറ്റു പറഞ്ഞു, പള്ളിയിൽ നിന്ന് പുറത്തായി, ഒറ്റപ്പെട്ടു കഴിഞ്ഞു. അതുവരെ കണ്ടില്ല. യേശു പറയാ, നീ അവനെ കണ്ടിട്ടുണ്ട്, നീ സംസാരിക്കുന്ന ഞാൻ തന്നെ എന്ന് പറഞ്ഞു. അവന്റെ വിശ്വാസം അങ്ങനെ പൂർണ്ണമായി. അന്ധനെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ കണ്ണുള്ള നമുക്ക് വിശ്വസിക്കരുതോ? അത് മാത്രമല്ല, എത്രയോ പ്രാവശ്യം നമ്മൾ എന്തെല്ലാം ഹൃദയ കണ്ണുകൊണ്ട് കണ്ട് അനുഭവിച്ചവരാ നമ്മുടെ ജീവിതത്തിൽ. എത്ര പ്രാർത്ഥനയ്ക്ക് നമുക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്, എത്ര കഷ്ടങ്ങൾ നമ്മൾ ദൈവം വിടുവിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം അപ്രതീക്ഷിതമായിട്ടുള്ള മറുപടികൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ടും പിന്നെ ഒരാവശ്യം വരുമ്പോൾ, പിന്നെ ഒരു പ്രതികൂലം വരുമ്പോൾ, പിന്നെ ഒരു പ്രയാസം വരുമ്പോൾ ഒരു ഇരിപ്പ. എവിടെ വിശ്വാസം? കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും നമ്മൾ പിന്നെ അടുത്ത വിഷയം വരുമ്പം നമ്മൾ പരാജയപ്പെടുക. തോമസ് ശിഷ്യന്റെ കൂടെ നടന്നു, അത്ഭുതം കണ്ടു, അടയാളം കണ്ടു, അപ്പം തിന്നു, പ്രസംഗം കേട്ടു, മരിക്കുന്ന കണ്ടു, അടക്കുന്ന കണ്ടു, ഉയർത്ത ശേഷം കണ്ടു. എന്നിട്ട് പിന്നൊരു പ്രാവശ്യം കർത്താവ് വന്നപ്പം അദ്ദേഹം ഇല്ലായിരുന്നു. സഹോദരന്മാർ പറഞ്ഞു, കർത്താവ് വന്ന് ഞങ്ങൾ കണ്ടു കേട്ടു. വിശ്വസിക്കത്തില്ല. പിന്നെ എന്ത് വേണം? പിന്നെ കാണണം. അത് ഇച്ചിരി നിർബന്ധമുള്ള ബുദ്ധിയാണ്. അത് ആവശ്യമില്ല. നമുക്കത് ആവശ്യമില്ല. നമ്മൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവരാണ്. അന്നുമുതൽ ഇന്ന് വരെ കാണാതെ എത്രയോ നന്മകൾ നാം ദൈവത്തിൽ നിന്ന് അനുഭവിച്ചു. മതിലിനപ്പുറത്ത് ധനവാൻ ജീവിക്കുന്നു, മതിലിനപ്പുറത്ത് ലാസർ. പുരയും പടിപ്പുരയും. ദൈവത്തിൻ്റെ വചനം ഒരാളെ സംബന്ധിച്ച് അരുളപ്പാടാ, മറ്റൊരാളെ സംബന്ധിച്ച് വാണിങ്ങാ. ആർക്കാ? അരുളപ്പാടായത് ഇപ്പുറത്ത് താമസിച്ചിരുന്ന ലാസറിനെ, വാണിങ്ങായിരുന്നത് അപ്പുറത്ത് താമസിച്ചിരുന്ന ധനവാൻ. ഒരു മതിലിൻ്റെ ഇട മാത്രമേ ഉള്ളൂ. അപ്പോൾ നോഹയ്ക്ക് ലഭിച്ചത് അരുളപ്പാടാണെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചത് അരുളപ്പാടാണ്. നമ്മൾ അതിനെ അരുളപ്പാടായി തന്നെ കാണണം. ഇല്ലെങ്കിൽ എന്തായിട്ട് മാറും? വാണിങ്ങായിട്ട് മാറും. അത് നമുക്ക് ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ ശുദ്ധീകരണത്തിന് കാരണമാകും. ഒരു ഉദാഹരണം കൂടെ പറയാം. ക്രൂശിൽ കിടന്ന് 2 കള്ളന്മാർ, നടുക്ക് യേശു കിടക്കുന്നു. ഒരു കള്ളൻ എടുത്ത് ഒരു കള്ളൻ വലത്തും കിടക്കുന്നു. അതിലൊരു കള്ളൻ മാനസാന്തരപ്പെട്ടു, കർത്താവിനോട് പാവങ്ങൾ ഏറ്റ് പറഞ്ഞു. അവൻ എവിടെ പോയി? മറ്റേ ആളോട് പോയി. എത്രമാത്രം ഗ്യാപ്പുണ്ട്? ഒരു ആളിൻ്റെ ഗ്യാപ്പ്.
യേശു എന്ന വ്യക്തിത്വം നടുക്ക് കിടക്കുന്നു. അത്ര ഗ്യാപ്പ്, അപ്പുറത്ത് സ്വർഗത്തിലേക്കും ഇപ്പുറത്ത് നരകത്തിലേക്കും. ഒരാൾക്ക് അരുളപ്പാടും ഒരാൾക്ക് വാണിങ്ങും. ഇനി പെട്ടകത്തിൽ വരാം. നോഹയുടെ പെട്ടകം പണിതു. പെട്ടകത്തിനകത്ത് കയറി 8 പേര്, ബാക്കിയുള്ളവരെല്ലാം പുറത്ത്. യഹോവ വാതിലടച്ചു. മഴ പെയ്ത് വെള്ളം പൊങ്ങി, പെട്ടകം പൊങ്ങാൻ തുടങ്ങി. അകത്തുള്ളവർക്ക് അരുളപ്പാട്, പുറത്തുള്ളവർക്ക് വാണിങ്. ഒരു പലകയുടെ ഗ്യാപ്പ്. മനസ്സിലായല്ലോ? ആദ്യത്തെ ഒരു മതിലിൻ്റെ ഗ്യാപ്പ്, രണ്ടാമത്തെ ഒരാളിൻ്റെ ഗ്യാപ്പ്, മൂന്നാമത്തെ ഒരു പലകയുടെ ഗ്യാപ്പ്. അപ്പുറവും ഇപ്പുറവും രണ്ടാണ്. ഒന്ന് അരുളപ്പാടും ഒന്ന് വാണിങ്ങും. കൃപയാൽ ഭാഗ്യവശാൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ അരുളപ്പാടെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് നാം രക്ഷിക്കപ്പെട്ടു. ഒന്നും പുകഴ്ചയായിട്ട് പറയാനില്ല. ഇനിയും രക്ഷിക്കപ്പെടാത്തവരെ കാണുമ്പോൾ അവരോട് നമുക്ക് അനുകമ്പയും സ്നേഹവും ഉണ്ടാകണം. എത്ര പറഞ്ഞാലും കേൾക്കാത്തവരെന്ന മനോഭാവം നമുക്ക് വേണ്ട. നമ്മളും അങ്ങനെ ആയിരുന്നു പണ്ടൊക്കെ. അതുകൊണ്ട് അവർക്കത് വാണിങ്ങായി തീരാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ അരുളപ്പാട് നാം അവരെ അറിയിക്കുകയും വേണം. ഇനി അവിടെ വായിക്കുന്നത്, അരുളപ്പാട് ലഭിച്ചപ്പോൾ താൻ എന്ത് ചെയ്തെന്നാണ്? ഭയഭക്തി പൂണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? തനിക്കറിയാം ഈ എന്തുവാ സംഭവിക്കാൻ പോകുന്നത്. തനിക്ക് അറിയത്തില്ല. മഴ അറിയത്തില്ല, വെള്ളം അറിയത്തില്ല, വെള്ളപ്പൊക്കം അറിയത്തില്ല. ഈ പെട്ടകം പണിത് ഇതിനകത്ത് ആന കയറുമോ കുതിര കയറുമോ, അവരെവിടെ ഇരിക്കും, ഞങ്ങളെവിടെ താമസിക്കും, ഞങ്ങളെന്ത് കഴിക്കും, വല്ലതും അറിയാമോ? ഇതുവല്ലം പറഞ്ഞായിരുന്നോ? ഇല്ല. അതാണ് കണ്ണും അടച്ച് വിശ്വസിക്കുന്ന പറഞ്ഞതിൻ്റെ ആശയം. അത് ഭയഭക്തി പൂണ്ട് പണി അങ്ങ് ആരംഭിക്കുക. അതിൻ്റെ റിസൾട്ട് തനിക്ക് അറിയത്തില്ല, പരിണിത ഫലം അറിയത്തില്ല. എന്നാൽ ഒരു കാര്യം അറിയാം, മഴ പെയ്യും, വെള്ളം പൊങ്ങും, ന്യായം വിധിക്കും, അകത്ത് കയറി രക്ഷ ഉണ്ടാകും. നീ പ്രസംഗിക്കുകയും വേണം. പ്രസംഗിച്ചു എന്ന് വായിക്കുന്നുണ്ട് നമ്മൾ പത്രോസ് ലേഖനത്തിൽ. നീതി പ്രസംഗിയായ നോഹ പ്രസംഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആരൊക്കെ വിശ്വസിക്കുമോ, ആരെങ്കിലും അകത്ത് വരുമോ, ഞങ്ങൾ പുറത്ത് ഇറങ്ങുമോ ജീവനോടെ, ഒന്നും അറിയത്തില്ല. ദൈവം പറഞ്ഞു പെട്ടകം പണിയാൻ, ദൈവം പറഞ്ഞു പ്രസംഗിക്കാൻ. ഭയഭക്തി പൂണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ആശയം പറഞ്ഞ ആളിൻ്റെ വാക്കിന് അത്രയും പ്രാധാന്യം കൊടുത്തു. അങ്ങനെ ചെയ്യുക. എനിക്ക് നന്മയുണ്ടാകാനല്ല താൻ ചെയ്തത്, അതായത് നോഹയ്ക്ക്. ആണോ? അല്ല. മറ്റൊരുത്തിന് തിന്മയുണ്ടാകാനാണ് ചെയ്തത്, അതുമല്ല. എനിക്ക് അവന് തിന്മ ഉണ്ടാകുമെന്ന് അറിയത്തില്ല, എനിക്ക് നന്മ ഉണ്ടാകുമെന്ന് അറിയത്തില്ല. യഹോവ പറഞ്ഞു മഴ പെയ്യും, ഞാൻ വിശ്വസിച്ചു. യഹോവ പറഞ്ഞു പെട്ടകം ഉണ്ടാക്കാൻ, ഞാൻ വിശ്വസിച്ചു. ഞാൻ പണിയാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ട് സാധിക്കുമോ? സാധിക്കണം. ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് നമുക്ക് തോന്നും. പക്ഷേ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ദൈവം നമുക്ക് തന്നിട്ടില്ല. ഞാൻ എൻ്റെ 1-2 ഉദാഹരണം പറഞ്ഞിട്ട് വാക്ക് വായിക്കാം. അതായത് ജോസഫിനെ സംബന്ധിച്ച്, ജോസഫിന് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് സ്വപ്നത്തിൽ കൂടെ കിട്ടിയിട്ടുണ്ട്. ആ പോത്തിഫറിൻ്റെ വീട്ടിൽ വെച്ച് ആ പാപം ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് തനിക്കറിയാം. കഠിനമായ അവസ്ഥയോടെ കടന്നു പോകേണ്ടി വരുമെന്നറിയാം. താൻ അതിൻ്റെ കോൺസിക്വൻസ് അല്ല നോക്കിയത്, പരിണിതഫലമല്ല നോക്കിയത്. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. നോഹ എങ്ങനെ ചെയ്തത്? ദൈവത്തെ ഭയപ്പെട്ടു. ദൈവത്തെ ഭയപ്പെട്ടാണ് പെട്ടകം പണിതത്. യോസഫ് എന്തുകൊണ്ടാണ് പാപം ചെയ്യാഞ്ഞത്? ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ടാണ്. ഇനി അടി കിട്ടിയാലും ഇടി കിട്ടിയാലും ഇവരെന്നെ തൂക്കിക്കൊന്നാലും ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. സാധിക്കുമോ ചോദിച്ചാൽ സാധിക്കും. ഇനി ദാവീദും ശൗലും രണ്ടും അഭിഷേകം പ്രാപിച്ചവരാ, 2 രാജാക്കന്മാരെന്ന് അറിയപ്പെടുന്നവരാ. പക്ഷെ ഭരിക്കുന്നത് ശൗല. ഒരിക്കൽ ശൗല് പറഞ്ഞു തൻ്റെ മകനായ യോനാഥാനോട്, ഈ ഇശായുടെ മകൻ ജീവിച്ചിരിക്കുന്നത്തോളം കാലം നിനക്ക് സിംഹാസനത്തിൽ ഇരിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ശൗല് തൻ്റെ മകൻ യോനാഥാനോട്. പക്ഷേ ഈ ദാവീദിന് മുൻപിൽ ഈ ശൗലിനെ ഒരിക്കൽ കിട്ടി സൗകര്യപ്രദമായിട്ട്. ദാവീദ് പറഞ്ഞോ, ഈ ശൗല് ജീവിച്ചിരുന്നാൽ എനിക്ക് സിംഹാസനം കിട്ടത്തില്ല? പറഞ്ഞില്ല. കൂടെ ഉള്ളവർ പറഞ്ഞു, യജമാനൻ ഇനിയും സമ്മതിച്ചാൽ മതി, ഒറ്റ കുത്തിനെ എന്താ പറഞ്ഞത്? ചെയ്യരുത്. ദൈവത്തിൻ്റെ ആവശ്യത്തിന് എന്താ കാരണം? ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ദൈവത്തെ ഭയപ്പെടുന്നവന് കോൺസിക്വൻസ്, പരിണിതഫലം എന്താണെന്നൊരു ചിന്തയും വരത്തില്ല. ശക്തമായിട്ട് നിൽക്കും. എന്തായിരുന്നു പരിണിതഫലം? യോസഫിനെ അവിടെ നിന്ന് ഇറക്കി സിംഹാസനത്തിൽ കൊണ്ടുവന്നു. രണ്ടാമത്തെ ആളിനെ ശൗലിനെ മാറ്റിയിട്ട് സിംഹാസനത്തിൽ കൊണ്ടുവന്നു. സമയമായപ്പോൾ കൊണ്ടുവന്നു. ഇവർ 2 പേരും അത് പ്രതീക്ഷിച്ചാണോ ദൈവത്തെ ഭയപ്പെട്ടത്? അല്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ. നമ്മൾ ദൈവത്തെ ഭയപ്പെടേണ്ടത് നമുക്ക് എന്ത് കിട്ടുമെന്നോർത്തല്ല, ഇതുവരെ എന്ത് കിട്ടിയെന്നോർത്താ. എനിക്ക് രക്ഷ കിട്ടി, ഇന്ന് എന്നെ പരിപാലിക്കുന്നു, അവൻ എന്നോട് പറയുന്നു ഇന്ന കാര്യം ചെയ്യണം, അത് ഞാൻ ചെയ്തേ പറ്റൂ. എങ്കിലേ നമുക്ക് ആരാകാൻ പറ്റത്തുള്ളൂ?
വീരനാകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ വിശ്വാസിയാവത്തുള്ളൂ. വിശ്വാസിയായ പോരാ, വിശ്വാസ വീരനാകണമെങ്കിൽ ആ കാര്യം ചെയ്യണം. ഇനി ഒരു വാക്ക് വായിക്കുന്നതിൻ്റെ കാര്യം പറയാം. ചില സന്ദർഭങ്ങളിൽ നമുക്ക് എങ്ങനെ മുൻപോട്ട് പോകണം, എന്ത് തീരുമാനമെടുക്കണം എന്നറിയാൻ കഴിയാതെ പതറി നിൽക്കുന്ന ചില സമയങ്ങളുണ്ട്. അത് ചില കഠിനമായ സാഹചര്യമായിരിക്കാം. ഒരു ഇരുണ്ട ഒരു അനുഭവമായിരിക്കും മുമ്പിൽ കാണുന്നത്. നമ്മൾ ഇരുളിലല്ല, ഒരു പ്രകാശം കിട്ടത്തില്ല ഒരു തീരുമാനമെടുക്കാനോ മുൻപോട്ട് പോകാനോ. അപ്പോൾ നമ്മൾ പതറിപ്പോവും. എൻ്റെ അടുത്ത് വന്നിരുന്ന് ചില സഹോദരന്മാർ വായിച്ച് കേൾപ്പിച്ച് എന്നെ ധൈര്യപ്പെടുത്തിയ വാക്യമാണ്. ഞാൻ പല സ്ഥലങ്ങളിലും പോയി ആ വാക്ക് പറഞ്ഞിട്ടുണ്ട്. പലർക്കും അത് പ്രയോജനമായിട്ട് തീർന്നിട്ടുണ്ട്. എന്നെ ഒത്തിരി ധൈര്യപ്പെടുന്ന ഇപ്പോഴും ആ വാക്യം വായിക്കാം നമുക്ക്. യെശയ്യാവിൻ്റെ പ്രവചനം 50-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അങ്ങനെ ഒരു അവസരം നമുക്കുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വല്ലാത്ത സാഹചര്യം, ഒരു പ്രകാശം കിട്ടുന്നില്ല, മുൻപോട്ട് പോകണം, എന്ത് ചെയ്യണം? ഐശയ്യാ ചാപ്റ്റർ 50:10. യഹോവയെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഭക്തിയുള്ളവൻ, അതെൻ്റെ ആശയം ഇംഗ്ലീഷിൽ. അവൻ്റെ ദാസൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവൻ ആരാ? ആരാ? ആഹാ, മനസ്സിലായോ? ദൈവത്തെ ഭയപ്പെടുന്നവൻ ആരാ? നിങ്ങളിൽ ഭയപ്പെട്ട് വചനമനുസരിക്കുന്ന ആരാ? അങ്ങനെ ഒരു വിശ്വാസി ഭയപ്പെട്ട് വചനമനുസരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവനൊരു ഇരുളിൻ്റെ അനുഭവമാണ്, ഒരു പ്രകാശം കിട്ടുന്നില്ല എന്ന് വന്നാലും എന്ത് ചെയ്യണം? യഹോവയിൽ ചാരിക്കൊള്ളട്ടെ. യഹോവ ആരാ? ദൈവം വെളിച്ചമാകുന്നു. ബാക്കിയുണ്ടല്ലോ അല്ലേ? ദൈവം വെളിച്ചമാകുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പ്രകാശമില്ലാത്ത നമ്മക്കാ. കൂടെ ഉള്ളവനാരാ? കൂടെ ഉള്ളവൻ പ്രകാശമാണ്. അപ്പം നമ്മൾ ചാരി നിൽക്കുന്നത് പ്രകാശത്തേലാണ്. ദൈവത്തിൽ ചാരിക്കൊള്ളട്ടെ എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മെ സംബന്ധിച്ച് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ, ഒരു ഇരുണ്ട അവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാൽ നമുക്കൊന്നും ഭയപ്പെടാൻ ആവശ്യമില്ല. നമ്മൾ ദൂരെ എങ്ങും പോകണ്ട. കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉള്ളവനെ ചാരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നമ്മൾ കഷ്ടപ്പെടാനോ ദൂരെയെങ്കിലും അന്വേഷിച്ച് പോകാനൊന്നും പറഞ്ഞിട്ടില്ല. കൂടെ ഉണ്ടെങ്കിൽ ചാരിയ മാത്രം മതി. നമ്മൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങളെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. നമുക്ക് ഉപയോഗിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. പിന്നെ പറഞ്ഞേക്കുന്നത് എന്തുവാ? ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് പെട്ടകം പണിത്. ഈ രക്ഷയ്ക്കായിട്ടെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ വായിച്ചത് കൃപ ലഭിച്ച മനുഷ്യനാണ്. മാത്രമല്ല, ഉൽപ്പത്തി 6:9 വായിച്ച്, ഉൽപ്പത്തി 6:8 വായിച്ചത് കൃപ ലഭിച്ച കാര്യം. ഉൽപ്പത്തി 6:9 എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയാൽ കൃപ മാത്രമേ ഉള്ളൂ. നീതിമാനായിരുന്നു, പിന്നെ നിഷ്കളങ്കനുമായിരുന്നു. അപ്പം 1 കൃപ ലഭിച്ചവനാണ്, 2 നീതിമാനാണ്, 3 നിഷ്കളങ്കനാണ്. ഇനി രക്ഷക്കായിട്ട് പ്രവർത്തിക്കണോ? ഇനി രക്ഷക്കായിട്ട് പ്രവർത്തിക്കണോ? വേണ്ട. കൃപ ലഭിച്ചെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ അർത്ഥം. നീതിമാൻ എന്ന് പറഞ്ഞാൽ നീതീകരിക്കപ്പെട്ടത് കൊണ്ട് ആ നീതിയായി ജീവിച്ചതിൻ്റെ അർത്ഥം. നിഷ്കളങ്കൻ എന്ന് പറഞ്ഞാൽ ലോകം പറഞ്ഞതിൻ്റെ അർത്ഥം. നീതീകരണം, നീതിമാൻ ദൈവത്തിന് മുമ്പാകെയും നിഷ്കളങ്കത്വം ലോകത്തിന് മുമ്പാകെയും. അങ്ങനെ ദൈവത്തോടും ലോകത്തോടും നല്ല സാക്ഷ്യം പുലർത്തിയ ആളാണ് നീതിമാനും നിഷ്കളങ്കനും. ആദ്യം കൃപ, പിന്നെ നീതിമാൻ, പിന്നെ നിഷ്കളങ്കത്വം. രക്ഷിക്കപ്പെട്ടു, അത് പ്രായോഗികമാക്കി സാക്ഷ്യമായി ജീവിച്ചു. ഇനി എന്ത് വേണം? എന്നിട്ട് പറയുന്നത് രക്ഷയ്ക്കായിട്ട്. അപ്പോൾ ഏത് രക്ഷയാണ്? രക്ഷയ്ക്കായിട്ട് പെട്ടവപ്പെടുന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേൾക്കുന്ന രക്ഷയല്ല. രക്ഷയ്ക്ക് പല ഘട്ടങ്ങളുണ്ടല്ലോ. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ ലഭിച്ചു, പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള രക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്നു, പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഒരിക്കൽ സമ്പൂർണ്ണമായ രക്ഷ നമുക്ക് ലഭിക്കും. ഈ ശക്തിയിൽ നിന്നുള്ള രക്ഷ എന്ന് പറയുമ്പം അത് നമ്മളെ സംബന്ധിച്ച് നാം ചെയ്യേണ്ട കാര്യമാണ്. ശിക്ഷയിൽ നിന്നുള്ള രക്ഷ കർത്താവ് ക്രൂശ് മരണത്തോടെ നൽകി. സാന്നിധ്യത്തിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്നത് കർത്താവ് വരുമ്പോഴാണ്. അത് രണ്ടും കർത്താവിൻ്റെ ഭാഗത്താണ്. 1ഉം 3ഉം കർത്താവ് ചെയ്യുന്നതാണ്. ഇടയ്ക്കുള്ള രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടതാണ്. അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് രക്ഷയ്ക്കായി. ഈ രക്ഷയ്ക്കായി എന്ന് പറഞ്ഞതിനെ മനസ്സിലാക്കാനായിട്ട് വാക്യം വായിക്കാം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഫിലിപ്പീൻസ് ചാപ്റ്റർ 2:12. ഫിലിപ്പർ 2:12. അവിടെയും ഇതേ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ
രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഫിലിപ്പിയിലെ വിശ്വാസികളോട് പൗലോസ് പറയുക, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞാൽ അതേ ആശയം ഇവിടെ വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് വായിക്കുന്നത് വർക്കൗട്ട് യുവർ സാൽവേഷൻ. വർക്കൗട്ട് യുവർ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ പ്രാബല്യത്തിൽ വരുത്തുക, പരിശീലന ദശ എന്നൊക്കെ അതിൻ്റെ അർത്ഥം. പ്രാബല്യത്തിൽ വരുത്തുക. രക്ഷ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ നീ എന്ത് ചെയ്താൽ മതി? അത് വർക്കൗട്ട് ചെയ്താൽ മതി. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ആ വാക്ക് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേർക്ക് മനസ്സിലായല്ലോ. ഒരു ഓഫീസിൽ ഒരു ജോലി ഏൽപ്പിച്ചാൽ, ഒരു കമ്പനിയിൽ ജോലി ഏൽപ്പിച്ചാൽ, സ്കൂളിൽ അധ്യാപകൻ ഒരു അസൈൻമെൻറ്റ് ഏൽപ്പിച്ചാൽ അത് പൂർത്തിയാക്കി കൊടുക്കുന്നതിന് സാധാരണ പറയുന്ന വാക്കാണ് വർക്കൗട്ട് ചെയ്യുക. കർത്താവ് നമുക്ക് രക്ഷ തന്നു, നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ കിട്ടിയ രക്ഷ വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് യുവർ സാൽവേഷൻ എന്നാണ് ഫിലിപ്പിയർ 2:12 ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത്. രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാനല്ല. അതാണ് ഇവിടെ താൻ ചെയ്തത്. ആര് ചെയ്തത്? നോഹ ചെയ്തത്. അതിൻ്റെ അർത്ഥം എന്തുവാ? നോഹ രക്ഷിക്കപ്പെട്ടു എന്നുള്ള കാര്യം താൻ ഈ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുക. ഇതേ വാക്ക് തന്നെ വായിക്കേണ്ട, ഞാൻ പറഞ്ഞു പോകാം. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലുണ്ട്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. അതും ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആശയമാണ്. മായമില്ലാത്ത പാല് കുടിക്കുക. അപ്പോൾ ഇതൊക്കെ ചേർത്ത് ചിന്തിക്കുമ്പോൾ ഈ രക്ഷയുടെ വിഷയത്തിൽ നമുക്കൊരു പങ്കുണ്ട്. അത് ഇടയ്ക്ക. ആദ്യം രക്ഷ ദൈവം തന്നു, അവസാനം രക്ഷ ദൈവം തന്നുകൊള്ളും പൂർണ്ണമായിട്ട്. ഇടയ്ക്ക് നാം രക്ഷ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് രക്ഷ പ്രാപിച്ചുകൊണ്ടേ ഇരിക്കണം. ലഭിച്ച രക്ഷ പ്രായോഗികമാക്കണം. അതാണ് വിശ്വാസം നമ്മൾ പ്രവൃത്തിയിൽ കാണിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ആശയം. അതാണ് താനിവിടെ തൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കായിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ആശയം. പിന്നെന്താ വായിക്കുന്നത്? അടുത്ത വാക്ക്, അങ്ങനെ പ്രവർത്തിച്ച് ലോകത്തെ കുറ്റം വിധിച്ചു. വിശ്വാസത്തിലുള്ള നീതിമാൻ എന്നുള്ള പേര് ലഭിച്ചു. ഈ ലോകത്തെ കുറ്റം വിധിച്ചു എന്ന് പറഞ്ഞാൽ നോഹയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമേ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഇവരെല്ലാം പിടിച്ച് വെള്ളത്തിലിടണം, ഒരെണ്ണം പോലും രക്ഷപ്പെടില്ല, ഒന്നും ചിന്ത മണിക്കില്ല. അത് മറ്റേ പുള്ളിക്കായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പോയിട്ട് വേറെ പേരുണ്ടല്ലോ, നോഹയുടെ കൂട്ട് തന്നെ പേരുള്ള യോന. യോന എങ്ങനെയായിരുന്നു? യോന അവർക്ക് ഗുണപ്പെടണമെന്ന് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് പോകാഞ്ഞത്. എന്നിട്ട് ദൈവം രക്ഷിച്ചപ്പോൾ പറഞ്ഞെന്തോ, ഞാൻ പണ്ടേ പറഞ്ഞില്ലയോ, ഞാൻ പ്രസംഗിക്കുകയും ചെയ്യും, നീ രക്ഷിക്കുകയും ചെയ്യും. അത് അത്രയല്ല ഇദ്ദേഹം ഭക്തിയോടെ കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ റിസൾട്ടാണ് ജനങ്ങൾക്ക് ന്യായവിധി ഉണ്ടായി. എന്താ പറയുക? കാരണം താൻ ഈ പെട്ടകം പണിയുകയും പ്രസംഗിക്കുകയും ചെയ്തു. ഞാനതിനെ ഇങ്ങനെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടിരുന്നേ, പെട്ടകം പണിയാണല്ലോ, മക്കളൊക്കെ സഹായിക്കുമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് ഈ ആശാരിപ്പണി ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് ചെയ്യിപ്പിക്കുമായിരിക്കും, കൂലിയൊക്കെ കൊടുത്ത്. ചെയ്യണമല്ലോ, കാര്യം തീർക്കണമല്ലോ. അപ്പോൾ അവരൊക്കെ ചോദിക്കും, എന്തുവാ ചെയ്യുന്നത് സാറ്? അപ്പോൾ പറയും, ദൈവം ലോകത്തെ ന്യായം വിധിക്കാൻ പോകുക, പാപം അത്ര കടുപ്പമാണ്, മഴ പെയ്യുന്നു, വെള്ളം പൊങ്ങും എന്നൊക്കെ താൻ പറയുന്നുമുണ്ട്, പ്രവർത്തിക്കുന്നുമുണ്ട്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പരസ്യത്തിന് പോകുന്നുമുണ്ട്, അല്ലേ? ഓടിപ്പോയി പ്രസംഗിക്കും, മഴ പെയ്യും, വെള്ളം വരും, പ്രസംഗിക്കും പണിയും. കേൾക്കുന്നവർ കുറേ പേരൊക്കെ ശരിയാന്നൊക്കെ വിചാരിക്കുമായിരിക്കും, കുറേ പേര് കളിയാക്കും, വെള്ളമോ മഴയോ കേട്ടിട്ട് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയും. ഈ പെട്ടകത്തിനകത്ത് എങ്ങനെ കയറി നിങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചു കാണും. താനിതൊന്നും മൈൻഡ് ചെയ്തില്ല. താൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പണിയെല്ലാം കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അകത്ത് കയറ്. മൃഗങ്ങളെല്ലാം കയറി. സമയമായപ്പോൾ യഹോവ വാതിലടച്ചു, മഴ പെയ്തു, വെള്ളം പൊങ്ങി, പെട്ടകവും പൊങ്ങി. ആൾക്കാർ നിലവിളിക്കാൻ തുടങ്ങി. വന്ന് മുട്ടിക്കാണും. സ്വന്തക്കാരും ബന്ധക്കാരൊക്കെ വന്ന് മുട്ടിക്കാണും. അളിയനൊക്കെ വന്ന് കാണും. തുറക്കാൻ പറ്റുമോ? എന്താ കാര്യം? യഹോവ അടച്ചത്, ഇദ്ദേഹത്തെ കൊണ്ട് അടപ്പിച്ചില്ല. അങ്ങനെയാണല്ലോ, ദൈവത്തിന് അങ്ങനെ പദ്ധതി ഉണ്ടല്ലോ. വീശിമുറം അവൻ്റെ കയ്യിൽ, അവൻ കളത്തെ മുറ്റും വെടുപ്പാക്കി. വീശിമുറമുള്ള അവൻ്റെ കയ്യിൽ. വിത്ത് വിതച്ചത് ജോലിക്കാരാ, വളമിട്ടത് ജോലിക്കാരാ, കൊയ്തത് ജോലിക്കാരാ, മെതിച്ചത് ജോലിക്കാരാ, ക്ലീൻ ചെയ്തതാരാ? കർത്താവ്. ക്ലീനിങ് മാത്രം കർത്താവ് ഉപദേശിമാരെയും മുപ്പന്മാരെയും ഏൽപ്പിച്ചിട്ടില്ല. മനസ്സിലായോ? വലിയ പ്രശ്നമുണ്ടോ അങ്ങനെയാണെങ്കിൽ? രൂത്തിന് പുസ്തകം വായിക്കുമ്പോൾ ബോസ്, ഇന്ന് രാത്രി അവൻ കളത്തിൽ യവം തൂറ്റുന്നു, അവൻ ക്ലീൻ ചെയ്യുന്നു, ബാക്കി ജോലിയെല്ലാം ജോലിക്കാരാണ് ചെയ്തത്, അത് മാത്രം അവനാണ് ചെയ്യുന്നത്. ആ സാധനത്തിലുള്ള അശുദ്ധിയെല്ലാം മാറ്റി നല്ലത് അവൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്ന ഉത്തരവാദിത്വം യജമാനനുള്ളതാണ്. അകത്ത് വരുന്നവൻ രക്ഷിക്കപ്പെട്ടവനായിരിക്കണം, സഭയിൽ വരുന്നവൻ രക്ഷിക്കപ്പെട്ടവനായിരിക്കണം. സഭയെന്ന് പറഞ്ഞാൽ തന്നെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. ആ ജോലി കർത്താവിൻ്റെ ആണെന്ന് ലൂക്കോസ് പറഞ്ഞു. എവിടെന്നറിയാമോ? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി
ആ ഒരു ജോലി മാത്രം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. സ്നാനപ്പെടുത്തി നമ്മളെ ഏൽപ്പിച്ചു, പഠിപ്പിക്കാൻ ഏൽപ്പിച്ചു, അപ്പം മുറിച്ചു കൊടുക്കാൻ ഏൽപ്പിച്ചില്ലയോ? എല്ലാം നമ്മളെ ഏൽപ്പിച്ചു. രക്ഷിക്കപ്പെടുത്തുന്ന കാര്യം മാത്രം. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും രക്ഷിക്കപ്പെടുത്തരുത്, ഏറ്റു പറയിപ്പിക്കരുത്. ഏറ്റു പറയണമെന്ന് അവർ പറഞ്ഞോളൂ, കർത്താവിൻ്റെ ജോലിയാണ്. ഇവിടെ സംഭവിച്ചത്, താൻ ഒന്നും ചെയ്തില്ല, താൻ പ്രസംഗിച്ചു, താൻ പ്രവർത്തിച്ചു. സമയമായപ്പോൾ കർത്താവ് വാതിലടച്ചു. ആൾക്കാരകത്ത് കയറാൻ പറ്റിയില്ല, വിശ്വസിക്കാത്തതുകൊണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല. അങ്ങനെ താൻ ലോകത്തെ ന്യായം വിധിച്ചു. നമ്മളും ലോകത്തെ ന്യായം വിധിക്കും. ഇന്ന് സുവിശേഷം പറയുന്നത് ന്യായം വിധിക്കാൻ വേണ്ടിയല്ല, ന്യായവിധിയിൽ നിന്ന് ഒഴിവായിട്ട് അകത്ത് വരാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ സുവിശേഷം പറയുന്നത്. അവർ കേട്ടില്ലെങ്കിൽ ന്യായവിധിയാകും. അതുകൊണ്ട് യോഹന്നാൻ സഹോദരൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നിലും വലിയവനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ ആത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം, വിശദമാക്കാതെ. അവൻ നിങ്ങളിൽ രക്ഷിക്കപ്പെടുന്നവരെ ആത്മാവിൽ സ്നാനപ്പെടുത്തി സഭയോട് ചേർക്കും, രക്ഷിക്കപ്പെടാത്തവരെ അഗ്നിസ്നാനമായ നരകത്തിലേക്ക് അയക്കും. രണ്ടാട്ടങ്ങ് അയക്കും. പ്രസംഗിച്ചത് ഒരാൾ, കേട്ടത് ഒരു കൂട്ടം ആൾക്കാർ, രണ്ടാട്ടങ്ങ് പിരിഞ്ഞു. രക്ഷിക്കപ്പെട്ടവരെ ആത്മസ്നാനത്താൽ സഭയിലേക്കും, രക്ഷിക്കപ്പെടാത്തവരെ അഗ്നിസ്നാനത്താൽ നരകത്തിലേക്കും. അതാ പറഞ്ഞതിൻ്റെ ആശയം. യോഹന്നാൻ സഹോദരൻ ന്യായം വിധിക്കാനാണോ പ്രസംഗിച്ചത്? അല്ല. നോഹ പ്രസംഗം ന്യായം വിധിക്കാനാണോ? അല്ല. നമ്മൾ പ്രസംഗിക്കുന്നു ന്യായം വിധിക്കാനല്ല. പക്ഷേ അനുസരിക്കാത്തവർക്ക് അത് ന്യായവിധിയായിട്ട് വരും. പിൽക്കാലത്ത് പറയും, നീതിപ്രസംഗിയായ നോഹ അവൻ നീതിമാനാണ്, ഞങ്ങളാണ് അനീതിയുള്ളവർ, ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് ജനങ്ങൾ പറയും. എൻ്റെ പ്രിയമുള്ളവർ, നമുക്കതുകൊണ്ട് വിശ്വാസം എന്നുള്ളത് പ്രാവർത്തികമാക്കാം. ഞാൻ ഏകദേശം ഒരു ധാരണ നോഹയെക്കുറിച്ച് കിട്ടിയല്ലോ. നല്ലൊരു സഹോദരനാണ്, നല്ല വിശ്വസ്തനായ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ മാതൃക നമുക്ക് പിൻപറ്റും. നമുക്കിനി ഒരു ചെറിയ കണക്ക് നോക്കാം, ഒരു ചെറിയ കണക്ക്. എത്ര നാൾ ഈ നോഹയും കുടുംബവും പെട്ടകത്തിലുണ്ടായിരുന്നറിയാമോ? പറയണ്ട, വായിച്ചാൽ മതി. 7-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്ക് നോക്കിക്കേ. ഉൽപ്പത്തി 7:7. ആ, പെട്ടകത്തിൽ കടന്നു. 10-ാം വാക്യം. 7 ദിവസം കഴിഞ്ഞപ്പോൾ പ്രളയമുണ്ടായി. അപ്പോൾ ഇവർ പെട്ടകത്തിൽ കടന്ന് 7 ദിവസം കഴിഞ്ഞ് പ്രളയമുണ്ടായി. 11-ാം വാക്യം. അപ്പോൾ 600-ാം വർഷം 2-ാം മാസം 17-ാം തീയതി. അപ്പോൾ എത്ര ദിവസമായി? അവർ വന്നിട്ട് എത്ര ദിവസമായി? അവിടെ പെട്ടകത്തിൽ വന്നിട്ട് 7 ദിവസമായി. അവർ വന്ന് 7 ദിവസം കഴിഞ്ഞപ്പോൾ പ്രളയം തുടങ്ങി. ആ പറഞ്ഞേക്കുന്നത് 10/2/600 അല്ലയോ? 10-ാം തീയതി 2-ാം മാസം 600-ാം വർഷം. ഇനി വായിച്ച 8-ാമത്തെ അധ്യായം 8:14. ആ, 2-ാം മാസം 27-ാം തീയതി. അപ്പോൾ എത്രയായി? 601. 27/2/601 എത്രയായി? ഒരു വർഷം. അയ്യോ, 17 ദിവസം മതി. നിങ്ങൾ വീട്ടിൽ പോയി കണക്ക് നോക്കൂ. ഒരു വർഷം 17 ദിവസം. ഒരു വർഷം 17 ദിവസം ഈ മനുഷ്യനും മക്കളും പെട്ടകത്തിൽ. ആന മുതൽ കാട്ടാന മുതൽ കട്ടുറുമ്പ് വരെ, അത്രയും പറഞ്ഞാൽ മതി. കാട്ടാന മുതൽ കട്ടുറുമ്പ് വരെ അതിനകത്തുണ്ട്. ഇതിങ്ങനെ പൊങ്ങുകയെന്ന് വിചാരിച്ചു. വെള്ളം പൊങ്ങുന്നു. ഒരു മരത്തെ പോയി ഇടിക്കും. എങ്ങനെയാ മരത്തെ ഇടിക്കുന്ന അവസ്ഥ? എന്തുവാ? ഭയങ്കര കുലുക്കമല്ലേ? ഒരു വീടെ പോയി ഇടിക്കും. കുറേ കഴിഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് ഒരു പർവ്വതത്തെ പോയി ഇടിക്കും. ഈ ഇടി നടക്കുമ്പോഴൊക്കെ ഇതിനകത്തിരിക്കുന്ന ജീവികളൊക്കെ എന്ത് ചെയ്യുക? അലറും ബഹളം ഉണ്ടാക്കും. ഇവരതിനകത്തിരിക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കി, നമ്മുടെ ബുദ്ധി ചിന്തിച്ച് നോക്കി. ഒരു വർഷം 17 ദിവസമാണ് ഇതിങ്ങളുടെ കൂടെ അതിനകത്ത് ഇവർ പാർത്തത്. എൻ്റെ ചോദ്യം, ഈ മനുഷ്യനും കുടുംബവും ഭയപ്പെട്ട് കാണുമോ? നിങ്ങൾ മറുപടി പറയണ്ട, ഇല്ലെന്ന് നമ്മൾ തെളിയിക്കാൻ പോവാ. ഈ മനുഷ്യനും കുടുംബവും ഭയപ്പെട്ട് കാണുമോ? ഇല്ല. അതിന് കാരണമുണ്ട്. നോക്കിക്കോ, ഉൽപ്പത്തി 8:18. ബാഹ്യമായ തെളിവാണ് പറയാൻ പോകുന്നത്. പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഉടൻ തന്നെ ആ ഇറങ്ങി വന്നപ്പോൾ ചെയ്തത് എന്തുവാ?
പണിതത് യാഗപീഠമാണ്, പണിതത് വീടല്ല. പണിതത് യാഗപീഠമാണ്, പണിതത് തോട്ടമല്ല, കഴിക്കാനുള്ള പച്ചക്കറിക്കുള്ള തോട്ടമല്ല, പാർക്കാനുള്ള വീടുമല്ല പണിതത്. ആദ്യം പണിതത് എന്തുവാ? അത് തന്നെ ഒരു തെളിവാണ്. അയ്യോ രക്ഷപ്പെട്ടു, അകത്ത് വന്നു, ഇനി എന്തെങ്കിലും കഴിക്കാം, അങ്ങനെയാണെന്ന് പറഞ്ഞേ. അങ്ങനെയല്ല പറഞ്ഞ്, കർത്താവേ സ്തോത്രം, ഇത്ര നന്നായിരുന്നു യാത്ര, ആദ്യം ഇന്നേക്ക് യാഗപീഠം പണിക്കുക. ആ യാഗപീഠം പണി തന്നെ അകത്ത് താൻ സ്വസ്ഥനായിരുന്നു, സമാധാനത്തോടെ പാർത്തുകൊണ്ടൊരു ബാഹ്യമായ തെളിവാണ്. ഇനി അല്ലാത്ത തെളിവ് പറയാൻ പോകുന്നത് വായിച്ചോ, 7:1, ഉൽപ്പത്തി 7:1. ഇന്നലെ നിങ്ങൾ കേട്ട, ഞായറാഴ്ച നിങ്ങൾ കേട്ടതാ, ജോബി സഹോദരൻ പറഞ്ഞതാണ് ആ വാക്ക്. ഞാൻ ഒന്നുകൂടി പറയാൻ പോകുന്നതേ ഉള്ളൂ. 7:1. ആ, പെട്ടകത്തിൽ കടക്ക എന്ന വാക്ക് ഇംഗ്ലീഷ് പരിഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് കം ഇൻ ടു ദി ആർക്ക് എന്നാണ്. ലോർഡ് സെഡ് ടു മോസസ് കം ഇൻ ടു ദി ആർക്ക് എന്ന് പറഞ്ഞാൽ പെട്ടകത്തിലേക്ക് വരിക എന്നാണ്. പെട്ടകത്തിലേക്ക് വരിക, പെട്ടകത്തിലേക്ക് വരിക എന്ന് പറയണമെങ്കിൽ യഹോവ എവിടെയാണ്? പെട്ടകത്തിനകത്താണ്. അപ്പം നോഹയും കുടുംബം കയറുന്നതിന് മുമ്പ് ആദ്യം കയറുതാരാ? ദൈവമാണ്. 8-ാം അധ്യായം 4-ാം വാക്യം 14-ാം വാക്യം വായിച്ച് 16-ാം വാക്യം, ചാപ്റ്റർ 8:16. പുറത്തിറങ്ങുവീൻ. ഞാൻ വായിച്ചു 16-ാം വാക്യം. ഗോ ഔട്ട് ഓഫ് ദി ആർക്ക് ആൻഡ് യു ആൻഡ് യുവർ വൈഫ് ആൻഡ് യുവർ മെമ്പേഴ്സ്. ഗോ ഔട്ട് ഓഫ് ദി ആർക്ക്. പെട്ടകത്തിൽ നിന്ന് പുറത്തു പോകും. അപ്പോഴേ യഹോവ വിടാം അകത്ത്. അപ്പോൾ ആദ്യം പെട്ടകത്തിൽ കയറിയത് യഹോവ, അവസാനം പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയതും. അപ്പോൾ ഈ 1 വർഷം 17 ദിവസം പെട്ടകത്തിൽ എത്ര പേരുണ്ടായിരുന്നു? നോഹയും കുടുംബവും 9 പേര്. 8 പേരുടെ കണക്കേ ബൈബിളിലുള്ളൂ. കാരണം അറിയാമോ? 8 പേരുള്ളൂ മനുഷ്യർ, മറ്റേതാരാ? ദൈവമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിശ്ചയമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെ പഠിപ്പിക്കുന്നു. മറ്റു ട്രാൻസ്ലേഷൻ നോക്കിയാൽ അറിയാം, കം ഇൻ ടു ദി ആർക്ക്, ഗോ ഔട്ട് ഓഫ് ദി ആർക്ക്. വരിക, പോവുക എന്ന് പറയണമെങ്കിൽ അകത്താ. കർത്താവിൻ്റെ കൂടെയുള്ള സാന്നിധ്യം തട്ടും മുട്ടും ചീറ്റലും മൃഗങ്ങളുടെ കരച്ചിലും ഒന്നും അവരെ ഭയപ്പെടുത്തിയിട്ടില്ല. ഞാൻ നിങ്ങൾ ഭൂമി ജീവിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ്, തട്ടും മുട്ടും പ്രശ്നവും രോഗവും കഷ്ടതയും പ്രതികൂലവും ചെയ്യാത്ത തിന്മ കുറ്റാരോപണങ്ങളും ഒക്കെ നമുക്കുണ്ടാകുന്നുണ്ട്, ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പതറിപ്പോകരുത്. പതറിപ്പോകരുത് പറയാൻ കാരണമുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ എന്ന് വന്നതാ. രക്ഷിക്കപ്പെട്ടവൻ വന്നതാ. ക്രിസ്തു നമ്മിൽ അന്ന് വന്നതാ. നമ്മയും കൊണ്ടേ പോത്തുള്ളൂ. ക്രിസ്തു നമ്മയും കൊണ്ടേ പോത്തുള്ളൂ. അന്ന് വരെ നമ്മിൽ കാണും. പെട്ടകത്തിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യം നോഹയും കുടുംബത്തെയും പ്രതികൂലങ്ങളിലും കഷ്ടങ്ങളിലും ധൈര്യപ്പെടുത്തിയിട്ട് ഇറങ്ങി വന്നപ്പോൾ ആദ്യം ദൈവത്തെ ആരാധിക്കത്തക്കവണ്ണം അവൻ്റെ മനസ്സിൻ്റെ സമാധാനം വെളിപ്പെടുത്തിയെങ്കിൽ എന്നിൽ നിങ്ങൾ വസിക്കുന്ന കർത്താവ് അവനെപ്പോഴും നമ്മളുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭൂമിയിലെ യാതൊരു കഷ്ടമോ പ്രയാസമോ രോഗമോ പ്രതികൂലമോ, ലളിതമായി പറഞ്ഞാൽ തട്ടലും മുട്ടലും ഒന്നും നമ്മളെ ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. ഭയപ്പെടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മിലുള്ള ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും നമ്മൾ വേണ്ടവണ്ണം ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. അവനൊരു കുറവില്ലാത്തവനാണ്. അവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്. ആ കർത്താവിൻ്റെ സാന്നിധ്യ ബോധത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. നോഹയെ പോലെ പറയുന്നത് അതുപോലെ അങ്ങ് അനുസരിക്കാം. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഭയഭക്തിയോട് നമുക്കനുസരിക്കാം. നിശ്ചയമായിട്ടും റിസൾട്ട് നന്മയായിട്ട് ഭവിക്കും. ഈ ചിന്ത വിശ്വാസ വീരന്മാരെ തീരുവാനായിട്ട് നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.